ദുൽഖർ സൽമാൻ ഫോൺ എടുത്തിട്ട് ടെസയോട് പറയുന്ന ഒരു ഉറുദു വാക്യമുണ്ട്. ഹലോ, तेरी आंखों की खजाने में छिपा था मुसाफिर का दरिया और तेरे दिल के खजाने तेरी आंखों के खजाने में छुपा था मुसाफिर का दरिया और तेरे दिल के खजाने में वो दरिया का नमक. നിന്റെ മിഴിക്കുള്ളിലെ ഖജനാവിൽ ഒളിച്ചിരിക്കുന്നു യാത്രക്കാരൻ്റെ കടൽ, പിന്നെ നിന്റെ ഹൃദയത്തിലെ ഖജനാവിൽ ആ കടലിലെ. അപ്പം ആ ഡയലോഗ് എഴുതിയത് ഏത് ജിന്നാണെന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്. ആ വരികൾ ഞാനാന്ന് പറയലും പാർവതി എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ച. का सलीखा हर खुशी लोगों के दामन सुहारेंगे कणले आएंगे. ദുൽഖർ സൽമാൻ്റെ അടുത്ത് പോയി ആ ഡയലോഗ് എഴുതിയത് ഞാനാണ്. ഷോ നിങ്ങളാണോ എഴുതിയെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പിടിച്ചു. ഡയലോഗും പറഞ്ഞു, അതിൻ്റെ മീനിങ്ങും പറഞ്ഞു. ആ കൺവെൻഷൻ സെൻറ്റർ മുഴുവൻ കൈ അടിച്ചിട്ട് ഭയങ്കര ശബ്ദം കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരം. ഗഹരെ ബന്ധൻ कभी ख़त्म नहीं होते, वो हमेशा चमकते रहते हैं. जिस बात का इश्तिरा दिल को गरमाता है. ആണുങ്ങളൊക്കെ എഴുതേണ്ട ഒരു ടൈപ്പ് പാട്ടാണ്. അപ്പൊ ഇത് എഴുതിയാൽ ശരിയാവോന്ന് എനിക്ക് അറിയില്ല. അതെ അതെ, പാട്ടുകളിൽ നമുക്ക് തോന്നും ഒരാണാണ് പെണ്ണ്. ഒരിക്കലും നമുക്ക് തോന്നില്ല. അത് അവിടെ ഒരു ജെൻഡറിന്റെ ഒരു അറബി, ഉറുദു, ബംഗാളി, മലയാളം, ഹിന്ദി, തമിഴ് ഇതൊക്കെ പറയുകയും ചെയ്യും, എഴുതുകയും ചെയ്യും. ഭാഷയോടുള്ള പ്രണയം എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ട്. ചോദിച്ചു ഏ ലഥേര കൊത്തായ ഫേക്ബു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അത് സുക്കൂനും ദുവാ എന്ന് പറയുന്ന രണ്ടെണ്ണായിരുന്നു. അത് ഭയങ്കര ഹിറ്റ് ആണല്ലേ. मेरे अल्लाह मेरे अल्लाह या अल्लाह. ഹായ്, ഹലോ, വെൽക്കം ടു സിനിമാറ്റിക്. എത്ര കണ്ടാലും മതിവരാത്തൊരു സിനിമയാണ് ചാർലി. അതിൽ ദുൽഖർ സൽമാന്റെ ക്യാരക്ടർ റിവീൽ ചെയ്യുമ്പോൾ ദുൽഖർ സൽമാൻ ഫോൺ എടുത്തിട്ട് ടെസയോട് പറയുന്ന ഒരു ഉറുദു വാക്യമുണ്ട്. ഹലോ, तेरी आंखों की खजाने में छिपा था मुसाफिर का दरिया और तेरे दिल के खजाने में. ആ ഒരു ഡയലോഗ് എഴുതി 17ഓളം സിനിമകളിൽ പാട്ട് എഴുതിയിട്ടുള്ള ലിറിസിസ്റ്റ് ആണ്, അതുപോലെ തന്നെ പാട്ടുകാരിയാണ്, ചിത്രകാരിയാണ്, എഴുത്തുകാരിയാണ്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സ്വന്തം ഫൗസിയ അബൂബക്കറാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം ഇത്ത. നമസ്കാരം. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചാർലി സിനിമ എല്ലാവരുടെയും ഫേവറേറ്റ് സിനിമയായിരിക്കും. ഇത്ത ആ ഡയലോഗ് ഒന്ന് പറഞ്ഞു ഒന്ന്. तेरी आंखों के खजाने में छुपा था मुसाफिर का दरिया और तेरे दिल के खजाने में वो दरिया का नमक. നിന്റെ മിഴിക്കുള്ളിലെ ഖജനാവിൽ ഒളിച്ചിരിക്കുന്നു യാത്രക്കാരൻ്റെ കടൽ, പിന്നെ നിന്റെ ഹൃദയത്തിലെ ഖജനാവിൽ ആ കടലിലെ ഉപ്പ്. ആ ഒരു ലൈനിലേക്ക് എങ്ങനെ എത്തിയത്? ചാർലിയിലേക്കും സിനിമയിലേക്കും എങ്ങനെ എത്തിയത്? റഫീഖ് അഹമ്മദ് സാറ് നല്ല സുഹൃത്താണ്. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ വിളിക്കുമ്പോൾ എൻ്റെ ഉറുദു ഷെയറുകൾ ഇങ്ങനെ സാറിന് പാടി കൊടുക്കാറുണ്ടായിരുന്നു. ഈ 2 വരികളാണല്ലോ ഷെയർ എന്ന് പറയുന്നത്. അപ്പം ഞാനത് കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്കൊക്കെ എന്നെ അർത്ഥം ചോദിച്ച് അങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അത് കഴിഞ്ഞ് ചാർലി സിനിമേൻ്റെ സമയത്ത് ഉണ്ണിയാർ സാറ് റഫീഖ് അഹമ്മദ് സാറിൻ്റെ അടുത്ത് വന്ന് പാട്ട് എഴുതിക്കുമ്പം ഇങ്ങനെ പറഞ്ഞു, ചുമ്മാ അങ്ങനെ പറഞ്ഞു, ചാർലിക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു ഉറുദു കോഡ്സ് ഇങ്ങനെ ഷെയർ പോലത്തെ ഒരു സാധനം വേണം, അതിനുവേണ്ടി ഞാൻ ബോളിവുഡിൽ ഒരാളെ തപ്പിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ബോളിവുഡിൽ ഉറുദു ലൈൻ എഴുതാൻ വേണ്ടി. അതെ അതെ. അപ്പോഴാണ് സാർ എന്നെ ഓർത്തപ്പോൾ എന്നോട് പറഞ്ഞു നമ്മുടെ ഫൗസീനെ കൊണ്ട് എഴുതിക്കാൻ പറഞ്ഞു. ഉണ്ണിയാർ സാറിന് നമ്പർ കൊടുത്തു, എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു സാധനമാണ് വേണ്ടതെന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ എന്താ അർത്ഥമായിരുന്നു അപ്പൊ ഉണ്ണിയാർ സാർ പറഞ്ഞത്? എങ്ങനെയായിരിക്കണം? ഒരു ഇല്ല, ഒരു യാത്രക്കാരനാണല്ലോ ചാർലി. യാത്രക്കാരനാണ്, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ വരുന്ന ഒരു സാധനമായിട്ട് വരണം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ പോലെ അങ്ങ് കൊടുത്തപ്പോ അവർക്ക് ഇഷ്ടമായി. എന്റെ അർത്ഥം ചോദിച്ചു കാണുമല്ലോ, എന്താണ് ഇതിന്റെ അർത്ഥം? അങ്ങനെ നമ്മള് അതേപോലെ ഞാൻ ആ ഡയലോഗ് ഞാനിങ്ങനെ വോയിസിൽ ഇട്ട് കൊടുത്തിട്ട് അതേപോലെ തന്നെ ദുൽഖർ പറഞ്ഞിരിക്കണം. പക്ഷെ ആദ്യം എനിക്ക് സിനിമയിൽ അങ്ങനെ അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ ആർക്കും അറിയില്ലായിരുന്നു ഞാനാണ് അത് എഴുതിയത് എന്നുള്ളത് അറിയണ്ടായിരുന്നില്ല. കുറേ ദിവസം, ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ചാർലിയുടെ ഒരു ചെറിയ നോട്ട്സ് ഇങ്ങനെ എഴുതി കണ്ടു. അപ്പം ഞാൻ വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ വെറുതെ ഇങ്ങനെ അതൊക്കെ വായിച്ചു. താഴെ കമൻസ് ഒക്കെ നോക്കിയപ്പം അപ്പം ആ ഡയലോഗ് എഴുതിയത് ഏത് ജിന്നാണെന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്. ജിന്നാണെന്ന് അതിൽ പറയുന്നുണ്ടല്ലോ, ഞാനൊരു ജിന്നാണ് വിളിക്കുന്നത്. ഏത് ജിന്നാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളെഴുതി അത് ഗോപി സുന്ദറാണ് ആ ജിന്ന്, പിന്നെ ഉണ്ണിയാറാണ് ജിന്ന്. അങ്ങനെ കുറെ, അതല്ലടോ ബോളിവുഡിൽ ആരോ എഴുതിയതാണ് അത്, ഉറുദു ആയതുകൊണ്ട് അങ്ങനെ കുറെ ഇത് കണ്ടപ്പോ ഞാൻ അതിന്റെ താഴെ എഴുതി അത് എഴുതിയ ജിന്ന് ഞാനാണ്. ആദ്യമായിട്ട് അങ്ങനെയാണ് ഞാൻ എന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ചാനലുകൾ, അത് ആ ഒരു എഴുത്ത് വന്നതിന് ശേഷമാണ് ആളുകൾ എന്നെ അറിഞ്ഞ് ചാനൽസ് ഒക്കെ എന്നെ വിളിച്ചു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ നമ്മള് തന്നെ നമ്മുടെ ഒരു അടയാളപ്പെടുത്തണമല്ലോ, നമ്മളാണ് എഴുതിയത്. അത് വേറെ ആള് ചിലപ്പോ ഇപ്പൊ പലതും എഴുതിയിട്ട് ഒരാള് ക്രെഡിറ്റ് കൊണ്ടുപോകുന്ന ഒരു കാലവും കൂടിയാ. പിന്നെ ആരും വിശ്വസിക്കാൻ, ഒരു മലയാളിയാണ് അത് എഴുതിയത് എന്നുള്ളത് ആരും പെട്ടെന്നൊന്നും അങ്ങനെ. ഇത്ത ദുൽഖർ സൽമാനും ഒക്കെ അറിയായിരുന്നു ഇത്തയാണ് എഴുതിയതെന്ന്? ഇല്ല, ഒരു വർഷം കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉണ്ണിയാർ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് പോയി. പക്ഷെ എന്നെ അവിടെ പരിചയപ്പെടുത്തൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരെയും പരിചയപ്പെടുത്തുക, എല്ലാവർക്കും മൊമെന്റോസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ പരിചയപ്പെടുത്തുവോ അല്ലെങ്കിൽ എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അതുകൊണ്ട് ഞാൻ ദുൽഖർ സൽമാൻ്റെ അടുത്ത് പോയി. അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ആ ഉറുദു ഡയലോഗ് എഴുതിയത് ഞാനാണ്. ഷോ നിങ്ങളാണോ എഴുതിയെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പിടിച്ചു. നല്ല രസമുള്ള വരികളാണല്ലോ അതെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചിട്ട് എന്നെ ഇങ്ങനെ നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കുകയും ചെയ്തു. എല്ലാവരും അതങ്ങ് വിട്ടുപോയോ എനിക്കറിയില്ല. എന്നാലും നമ്മൾ വിളിക്കാതെ നമ്മൾ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് പോയി പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇങ്ങനെ ഇത്രയും ഒരു ഹിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് വന്നിരിക്കുന്നത്. പിന്നെ എല്ലാവരും കോളേജ് കുട്ടികളൊക്കെ എന്നോട്, ഞങ്ങളൊക്കെ സ്റ്റാറ്റസ് ആക്കി വെച്ചതാ, ഒരിക്കലും അറിഞ്ഞില്ല ഇത് ഇതാണ് എഴുതിയതെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് വെറുതെ ഒന്ന് പരിചയപ്പെടാൻ പോയപ്പോ ഇത് എഴുതിയത് ഞാനാണെന്നൊന്ന് പറയാനുള്ള ഇഷ്ടം. എന്നാലും അത് പറഞ്ഞപ്പം അത്രയും ദുൽഖർ സൽമാൻ ഒരു അപ്രീസിയേഷൻ കിട്ടിയൊരു, പിന്നെ അഭിനയം, ചാർലിയിലെ അഭിനയത്തിന് കിട്ടി, ഡയലോഗ്സിനും കിട്ടി. DQനെ പോലെ തന്നെ ഭയങ്കരമായിട്ട് ടെസ എന്നുള്ള കഥാപാത്രം ചെയ്ത നമ്മുടെ പാർവതി, പാർവതി തിരുവോത്ത് നന്നായിട്ട് അതിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നടി കൂടിയാണ് പാർവതി. ഭയങ്കര പരിചയമുണ്ടോ? പരിചയം, ഞാൻ ഹലാൽ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ ഡയറക്ടർ സക്കരിയ മുഹമ്മദിന്റെ ഹലാൽ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സിനിമേന്റെ ഷൂട്ട് അതിന്റെ സെറ്റിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗസ്റ്റ് റോളിൽ പാർവതി ആ സിനിമയിൽ വന്നിരുന്നുണ്ടല്ലോ. അപ്പം അന്ന് പാർവതി ഇങ്ങനെ തിരിച്ചത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് പോവാൻ നിൽക്കുമ്പം എന്നോട് ഒരു ഫ്രണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് പാർവതീനെ പരിചയമുണ്ടോ, ഒന്ന് ചെന്ന് പരിചയപ്പെട്, ഈ ഡയലോഗ് എഴുതിയത് നിങ്ങളാണെന്നൊന്ന് പറയാൻ പാടില്ലായിരുന്നു ചോദിച്ചു. അപ്പം എനിക്ക് പേടിയായി. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാ പറയാൻ പറഞ്ഞു, ചുമ്മാ ചെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ പാർവതി കാറിലേക്ക് കയറാൻ പോകുമ്പോഴേക്ക് ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഫൗസിയാണ്, എൻ്റെ പേര് ഫൗസിയാണ്, ഞാൻ നിങ്ങൾ ചാർലിയിലെ തെരി ആംഖോ കി ഖസാനെ മേച്ചു ആ വരികൾ എഴുതി ഞാനാന്ന് പറയലും. പാർവതി എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ഞാൻ പ്രതീക്ഷിക്കാതെ, എനിക്ക് ഭയങ്കര ഒരു സംഭവം, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് പേടിച്ചാ ഞാൻ പാർവതിൻ്റെ അടുത്തേക്ക് പോയത് തന്നെ. പക്ഷെ അയ്യോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡയലോഗാന്ന് പറഞ്ഞിട്ടാണ് എന്നെ കെട്ടിപ്പിടിച്ചത്. അതൊരു വലിയ സന്തോഷമുള്ള. പാർവതി പറഞ്ഞ പോലെ തന്നെ അതൊരു കോർ ഡയലോഗാണ്. സിനിമയെ അടയാളപ്പെടുത്തുന്നത് ആ ഒരു ക്യാരക്ടർ റിവീൽ തന്നെ ആ ഒരു ഡയലോഗിലായതുകൊണ്ട്. പിന്നെ അതെയോ നിങ്ങൾ എഴുതിയതാണെന്ന് മാത്രം ചോദിക്കാണെങ്കിൽ കുറച്ചും കൂടി കുറഞ്ഞു വന്നു. പക്ഷെ എന്നെ കെട്ടിപ്പിടിച്ചു. നമുക്ക് ആ ഒരു ഇഷ്ടം, അപ്രീസിയേഷൻ, അത്രയ്ക്ക്. അപ്പോഴാണ് ഞാൻ ആ വരികളുടെ ആഴം മനസ്സിലാക്കുന്നത്. ഓരോരുത്തരും അതിന്റെ പ്രതികരണം എത്രത്തോളം അത് ആൾക്കാരുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അതെ അതെ,
ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അവര്. അപ്പൊ DQ അറിഞ്ഞിട്ടുണ്ട്, പാർവതി തിരുവോത്ത് അറിഞ്ഞിട്ടുണ്ട്, അപ്പൊ ഇപ്പൊ എല്ലാവർക്കും അറിയാം. അതെ. ഇനി അറിയാത്തവരെ കൂടി അറിയും. അതേപോലെ തന്നെ മമ്മൂക്കേൻ്റെ അടുത്ത് അത് കൊച്ചി മുസ്രിസ് ബിനാലേൻ്റെ സമയത്ത് ഞാൻ അവിടെ മ്യൂറൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാസ്റ്റർ പ്രാക്ടീസ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മമ്മൂക്ക അവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് റിയാസ് കോമ പറഞ്ഞു, നിങ്ങൾ ആ മകന് വേണ്ടി എഴുതി കൊടുത്ത ആ ഡയലോഗ് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി മമ്മൂക്കൻ്റെ മുമ്പിൽ നിർത്തി അത് പറയാൻ പറഞ്ഞു. പക്ഷെ മമ്മൂക്ക എല്ലാ സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ വേർത്തൊഴുകി നിൽക്കുന്ന സമയം. അപ്പം എനിക്ക് പേടിയാവാം. പിന്നെ ഞാനത് പറഞ്ഞ് നിർത്തിക്കുക പറയണത് എനിക്കൊരു വിഷമം പോലെ തോന്നി. എന്നാലും ഞാൻ ആ ഫസ്റ്റിലത്തെ ഒരു ഇത്തിരി മാത്രം പറഞ്ഞിട്ട് അങ്ങ് നിർത്തിയിട്ടോ. എന്നിട്ട് മമ്മൂക്ക അത് ഏത് സിനിമ ഏതാന്നൊക്കെ ചോദിച്ചിട്ട് മമ്മൂക്ക ഭയങ്കര ഇതായിട്ട് പിന്നെ ഏതൊക്കെ സിനിമയിൽ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ജന്നത്തൊക്കെ അന്ന് എഴുതിയ സമയമായിരുന്നു. അത് കഴിഞ്ഞ് മമ്മൂക്ക അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ റിയാസ് കോമിനോട് നിങ്ങൾ അത് മുഴുവൻ പറയാതിരുന്നത് എന്താന്ന് ചോദിച്ചു. എനിക്ക് വേർത്ത് ഇങ്ങനെ ആള് എല്ലാ സ്ഥലവും കറങ്ങിക്കഴിഞ്ഞ് എനിക്കൊരു വിഷമം തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ അപ്പം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു എന്നെങ്കിലും എനിക്കിത് മുഴുവൻ മമ്മൂക്കാൻ്റെ മുമ്പിൽ പറയാനുള്ള ഒരു സമയം കിട്ടുമായിരിക്കും എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയിട്ട് ദ സൗണ്ട് സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സിനിമ, അതിന്റെ ഓസ്കാർ നോമിനേഷൻ റസൂൽ പൂക്കുട്ടി അഭിനയിച്ച സിനിമയാണ്. അതിലെ ഉറുദു വരികൾ ഞാൻ എഴുതിയത് തമിഴ് വൈരമുത്തു സാറാണ്. അപ്പോൾ ഈ സോങ്ങിന്റെ റിലീസ് മമ്മൂക്കയായിരുന്നു. അത് തിരുവമ്പാടി കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട് തൃശ്ശൂരായിരുന്നു. ഞാനൊക്കെ പോയി. അപ്പോൾ എന്നെ ഈ ഒരു പാട്ടിൻ്റെ ഇതിലേക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ സ്റ്റേജിലേക്ക് കയറി നിൽക്കുമ്പോൾ എന്നോട് 2 വാക്ക് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് മമ്മൂക്ക മുമ്പിൽ ഇരിക്കണ്. ഞാൻ അന്ന് പറയാത്ത ഒരു വിഷമം ഉണ്ട് മനസ്സിൽ. പറഞ്ഞോ വരികൾ? അത് ഞാൻ നിന്നിട്ട് എല്ലാവർക്കും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മമ്മൂക്കാന്റെ പടത്തില് ഒരു പാട്ട് എഴുതണമെന്നായിരുന്നു. ശരിക്കും എൻ്റെ ഒരു ആഗ്രഹം അത് തന്നെയാണ്. മമ്മൂക്കാന്റെ പടത്തില് ഒരു പാട്ട് എഴുതാന്ന്, ഏതൊരു പാട്ട് ഇത് തന്നെ ആഗ്രഹം. ഇതുവരെ എഴുതിയിട്ടില്ല. മമ്മൂക്കാന്റെ പടത്തില് പാട്ട് എഴുതാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നു. ആദ്യമേ മുതലേ എല്ലാ എഴുത്തുകാർക്കും ഇഷ്ടം ഉണ്ടാവല്ലോ മമ്മൂക്കാന്റെ മോഹൻലാലിന്റെ ഒക്കെ പാട്ടില് ആ സിനിമയിലെ ഒരു ഭാഗമാവാന്നുള്ളത്. അപ്പൊ ലെജൻസ് ആണല്ലോ അവരൊക്കെ. അപ്പൊ ആ ഒരു ഇഷ്ടം ഞാൻ പറഞ്ഞു മമ്മൂക്കാന്റെ സിനിമയിൽ പാട്ട് എഴുതണം എന്ന് ആഗ്രഹിച്ച് ഞാൻ മമ്മൂക്കായുടെ മോന്റെ സിനിമയിലെ വരികൾ എഴുതിയിട്ടാണ് ഞാൻ ഈ സിനിമ ലോകത്തേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഫുൾ ഡയലോഗും പറഞ്ഞു, അതിന്റെ മീനിങ്ങും പറഞ്ഞു. ആ കൺവെൻഷൻ സെന്റർ മുഴുവൻ കൈ അടിച്ചിട്ട് ഭയങ്കര ശബ്ദം കൊണ്ട് എന്തോ അറിയില്ല, അവർക്കെല്ലാം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമായിരുന്നു അത്. കിട്ടാതെ പോയ അംഗീകാരം മമ്മൂക്കയുടെ മുന്നിൽ നിന്ന് കിട്ടി. അതെ, സത്യമായിട്ടും. എന്നിട്ട് മമ്മൂക്ക എന്താ പറഞ്ഞു? ഭയങ്കര സന്തോഷമായി. മൂപ്പര് ഇങ്ങനെ കൈ അടിച്ചു. ഭയങ്കര സന്തോഷമായി എനിക്ക്. അപ്പൊ നമുക്ക് ആ നഷ്ടപ്പെട്ടത് എവിടെയോ ഒന്ന് തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മള് എവിടെയെങ്കിലും ഇല്ലാതെ പോയത് നമ്മൾ പ്രതീക്ഷയും നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് നമുക്കത് കിട്ടും. തീർച്ചയായിട്ടും. ഞാൻ ഈ സിനിമാ ഫീൽഡിൽ വന്ന തന്നെ പണ്ട് മുതലേ ഒരു ആത്മാർത്ഥമായ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെ വരും, ആരെന്നെ കൊണ്ടുവരും, എനിക്ക് പരിചയമുള്ള ആരും ഇല്ലായിരുന്നു അന്ന്. ഒരു വീട്ടമ്മയായ ഇത്ത എങ്ങനെയാണ് അപ്പൊ ഇതിലേക്ക് വന്നത്? ഇത്ത എഴുതി ഇപ്പൊ വള സിനിമയിൽ ഡബും ചെയ്തു. അതാണ് ഏറ്റവും ലാസ്റ്റിലെ സിനിമയിലേക്ക് വരുന്നത്. ആദ്യമേ തന്നെ എനിക്ക് സിനിമയിൽ വരിക എന്നുള്ളത് ഒരിഷ്ടം, സിനിമ ചെയ്യണം. അങ്ങനെ നസീർ സാറിന്റെ ഒക്കെ കാലത്ത് ആ സമയത്ത് എൻ്റെ ബ്രദർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു, പ്രൊഡക്ഷൻ കൺട്രോളർ ഒക്കെ ആയിരുന്നു, അബ്ദുൾ ജലീൽ. പഴയ തിടമ്പ് സിനിമയുടെ സമയത്തൊക്കെ എൻ്റെ ബ്രദറായിരുന്നു. അത് ഞാൻ ചെറിയ കുട്ടിയാണ്. അന്ന് നസീർ സാറൊക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ വന്നപ്പോൾ ഞാൻ പോയിണ്ടായിരുന്നു. അപ്പം എന്നെ ഇങ്ങനെ പിടിച്ച് നസീർ സാർ ഇങ്ങനെ ചോദിച്ചു, അടവറ സിനിമ കണ്ടിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചു. അന്നൊക്കെ ഞാൻ സിനിമകൾ 11-12 എനിക്ക് ഓർമ്മയില്ല. അത്ര ചെറിയ കുട്ടിയാണ് ഞാൻ. അപ്പം ആ സമയത്ത് പിന്നെ എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോകും. പോണെന്തിനാ സിനിമയെ കുറിച്ച് മനസ്സിലാക്കാനും അറിയാനും അതിൻ്റെ ഒരു ഭാഗമാവണം എന്നുള്ളത് ചെറുപ്പം മുതലേ ഉള്ളൊരു എന്തോ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോ അങ്ങനെയുള്ള ആഗ്രഹം അഭിനയത്തിലേക്കൊന്നും ഇഷ്ടപ്പെടാതെ എഴുത്ത് മേഖലയിലേക്ക് അഭിനയത്തിലേക്ക് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. സിനിമ ചെയ്യണം, എഴുതണം, സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു മനസ്സിൻ്റെ ഉള്ളില്. പക്ഷെ പാട്ട് വരികൾ ഇങ്ങനെ വരുന്നത് അന്നത്തെ കാലത്തൊക്കെ ഞാൻ എഴുതാതെ പോയ കുറേ വരികളുണ്ട്. എഴുതിയതിനേക്കാളും കൂടുതൽ എഴുതാത്തതുണ്ടല്ലേ? അതെനിക്ക് അറിയില്ല. നമ്മൾക്ക് ഇങ്ങനെ വായിൽ ഇങ്ങനെ വരുമ്പോ നമ്മളത് എഴുതി വെക്കണമെന്നൊന്നും അറിയുന്നില്ല. അത് പാട്ടാണോ അല്ലെങ്കിൽ ഞാൻ എഴുതുന്നത് ശരിയാണോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ കുറേ വരികളുണ്ട്.
അതിന് ശേഷമാണ് ഞാൻ സീരിയസ് ആയിട്ട് എഴുതി തുടങ്ങിയത്. അപ്പം എഴുതാൻ പറ്റുന്നുണ്ട്. എപ്പോ മുതലാണ് സീരിയസ് ആയിട്ട് എഴുത്തിനെ കണ്ടു തുടങ്ങിയത്? അത് മസ്കറ്റിലുണ്ടായിരുന്ന സമയത്താണ് ആദ്യമായിട്ട് പുറത്തേക്ക് ഞാൻ പാടുന്നത്. അത് എൻ്റെ മകന് വേണ്ടിയിട്ട് സ്കൂളിലെ പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അവന് വേണ്ടി പാട്ടുകൾ എഴുതി കൊടുക്കും, എന്നിട്ട് അവനെ കൊണ്ട് പാടിക്കും. ഫസ്റ്റ് ഒക്കെ കിട്ടാറുണ്ട് മോന്. അപ്പം അതിലാണ് എനിക്ക് തോന്നിയത് എഴുതാൻ പറ്റും. അന്ന് ഹിന്ദിയൊക്കെ എഴുതുമായിരുന്നു, മലയാളം ഹിന്ദിയൊക്കെ അന്ന് എഴുതുമായിരുന്നു. അപ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള പാർട്ടികൾക്ക് പരിപാടികൾക്കൊക്കെ ഞാൻ എന്നെ എഴുതിയ പാട്ടുകൾ വെറുതെ അങ്ങ് പാടും. അപ്പോഴാണ് കുറച്ചുകൂടി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോഴാണല്ലോ നമുക്ക് അടുത്തത് ചെയ്യാനുള്ള ഒരു ഇത് വരുന്നത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഈ സിനിമയിലേക്ക് ഈ ജന്നത്താണ് ആദ്യം എഴുതിയ സിനിമ. അതെ. അപ്പൊ അത് സിനിമ ഇറങ്ങിയില്ല, പക്ഷെ പാട്ട് 2-3 പാട്ട് ചെയ്തു, പാട്ട് നല്ല ഹിറ്റ് ആയിരുന്നു. അതെ അതെ. അപ്പൊ എങ്ങനെ ആ ജന്നത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാ? ചാർലിക്ക് മുൻപ് കോമോസൺസ് ആർട്ട് ഗാലറിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചിത്ര പ്രദർശനങ്ങൾ ആസിഫ് സാറാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു 10ഓളം ചിത്ര പ്രദർശനങ്ങൾ അങ്ങനെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സാറ് ചെയ്ത ഒരു ആഡാണ് അറേബ്യൻ ജ്വല്ലറി എന്ന് പറയുന്ന ഒരു ഇതിന് വേണ്ടി, ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് സാറ് ചെയ്തൊരു ആഡാണ്. അപ്പോൾ അതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്ന ശ്യാം രമേശ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹം അത് മ്യൂസിക് ചെയ്തിട്ട് എനിക്ക് തന്നു. അപ്പോൾ വേറെ ആരെ കൊണ്ട് എഴുതിച്ചിട്ട് ശരിയാവാഞ്ഞിട്ടായിരുന്നു അന്നൊരു ഭയങ്കര തിരക്കുള്ള ഒരു സമയത്ത് എനിക്ക് തന്നത്. ഒരു ഇത്തിരി സമയത്തിനുള്ളിൽ എഴുതി കൊടുക്കണം. അതൊരു 10-15 വർഷം മുമ്പാണ്. സിത്താര 3 മണിയാകുമ്പോഴത്തേന് പിന്നെ പാട്ട് പാടാൻ വരും, ഫൗസി പെട്ടെന്ന് എഴുതി തരണം എന്ന് പറഞ്ഞൊരു സാധനമാണ്. അറേബ്യൻ ജ്വല്ലറിക്ക്. അതെ അതെ. ഞാനൊരു യാത്രയിലായിരുന്നു, പക്ഷെ എന്നിട്ടും ഞാനത് എഴുതി കൊടുത്തു. അവർക്ക് ഇഷ്ടമായി. അതെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ശ്യാം സാറ് പറഞ്ഞത്, നല്ല വരികളാണല്ലോ, നിങ്ങൾക്ക് നല്ല പാട്ടുകളൊക്കെ എഴുതാൻ പറ്റില്ലേ ചോദിച്ചു. അപ്പം എൻ്റെ കുറച്ച് വരികളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആർ എ ഷഫീർ സാറിൻ്റെ ആണ് ജന്നത്ത് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ശ്യാം സാറിൻ്റെ അടുത്ത് മ്യൂസിക്കിൻ്റെ പറയാൻ വേണ്ടി വന്നപ്പോൾ പറഞ്ഞു, നമുക്കൊരു ഇത്തയുണ്ട്, ഇത്തനെ കൊണ്ട് എഴുതിക്കാം ഈ സിനിമയിൽ പാട്ട്. അപ്പോൾ ഷഫീറിന് അത്രയും ഒരു ധൈര്യം പോരായിരുന്നു. പറഞ്ഞ ഒരു നമുക്ക് ഒരു ആണുങ്ങളൊക്കെ എഴുതേണ്ട ഒരു ടൈപ്പ് പാട്ടാണ്, അപ്പം ഇത്ത എഴുതിയാൽ ശരിയാവോന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ, അല്ല നിങ്ങൾ എഴുതിക്കുമെന്ന് പറഞ്ഞു. അപ്പം എഴുതിച്ചിട്ട് മാറ്റിയെടുക്കുക. അന്ന് സാറിന് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ കൊണ്ട് എഴുതിച്ചിട്ട് അത് വേണ്ട വെക്കാന്നുള്ള. എന്നാലും ശ്യാം സാറ് പറഞ്ഞതുകൊണ്ട് ഷഫീർ സാറ് എന്നെ കൊണ്ട് എഴുതിച്ചതാണ്. ഞാൻ ബാംഗ്ലൂരുള്ളപ്പോഴാണ് എനിക്ക് ഈ ഒരു മ്യൂസിക് തരുന്നത്. അപ്പം ചന്ദ്രബിംബം കാക്കും യാ മൗലാ, സൂര്യബിംബം കാക്കും യാ മൗലാ, അങ്ങനെ ഒരു പാട്ട് വരുന്നത് കേട്ടിട്ടുണ്ട്. ആ സാധനം വരുന്നത് അത് ഞാൻ അങ്ങ് എഴുതി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഷഫീർ സാറ് പറഞ്ഞു, അയ്യോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വരികൾ, ഞാൻ വിചാരിച്ച പോലത്തെ വരികൾ കിട്ടിയത്. അതാ പറയുന്നത് ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നല്ലേ. അതെ അതെ. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, ആണാണോ പെണ്ണാണോ ഒന്നും. അതെ. പാട്ടിനും വരികൾക്കും എനിക്ക് ആണ് പെണ്ണ് അങ്ങനെ വ്യത്യാസം തോന്നില്ല. ഏത് പാട്ടുകളിലും നമുക്ക് തോന്നോ ഒരാണാണ് പെണ്ണ്, ഒരിക്കലും നമുക്ക് തോന്നില്ല. അത് അവിടെ ഒരു ജെൻഡറിന്റെ ഒരു ഡിസ്ക്രിമിനേഷൻ, ആണുങ്ങൾ പാടുന്ന പാട്ട്. പക്ഷെ ഒരു ധൈര്യക്കുറവുണ്ടാവും. സ്ത്രീകൾ എത്രത്തോളം ഇങ്ങനെ ഏതൊക്കെ ഒരു ടൈപ്പിൽ എഴുതാൻ പറ്റും ഇവർക്ക് എന്നുള്ള, കാരണം നമ്മളൊരു തരളിതയാണെന്നൊക്കെയുള്ള ഒരു സംഭവം, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ. പക്ഷെ നമ്മള് ചിന്തിക്കുന്നത് വ്യത്യാസത്തിലാണല്ലോ. നമ്മളിപ്പോ ഒരു സാധനം തരുമ്പോൾ നമ്മള് ചിന്തിച്ചെഴുതുമ്പോൾ, എനിക്ക് എല്ലാ ടൈപ്പ് പാട്ടുകൾ എഴുതാൻ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ ചിന്തിച്ചെഴുതാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആ പാട്ടിന്റെ ആ വരികൾ എന്താ? 2 യാ മൗല എന്ന് പറഞ്ഞ ചന്ദ്രബിംബം കാക്കും യാം, എന്താണ് മീനിങ് ആണ് ചോദിച്ചത്. അപ്പൊ അവരിഷ്ടപ്പെട്ടല്ലോ ആ പാട്ട്. സൂര്യനെയും ചന്ദ്രനെയും കാക്കുന്നത് ദൈവം തന്നെയാണെന്ന്. മണ്ണിൽ പ്രേമം തീർക്കും യാ മൗല, പ്രണയം ദൈവം തന്നെയാണ് പ്രണയവും തീർക്കുന്നത്. അപ്പം നിന്നെ പടച്ചതും ബോ മൗല എന്ന് പറഞ്ഞാൽ അതൊരു ദർഗയിലിരുന്നുള്ള ഒരു പാട്ടായിരുന്നു. എൻ്റെ അടുത്തൊരു ദർഗാ സോങ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദർഗയിൽ നമ്മൾ മഹാന്മാരായ ആളുകൾ മരിച്ചു കാണും. അപ്പം ആ മൗലയെ എന്താ പറയാ, ആ ദർഗയിൽ കിടക്കുന്ന ആളെയും പഠിച്ചത് ഈ ദൈവം തന്നെയാണ് എന്നാണ്. അങ്ങനെയാണ് അതിന്റെ ലൈൻസ് പോകുന്നത്. എല്ലാം ദൈവമാണ്. അപ്പൊ ആ പാട്ട് കൊടുത്തു. അപ്പൊ അവർക്കത് ഇഷ്ടപ്പെട്ടു. അവരെടുത്ത് കഴിഞ്ഞപ്പോ 2 പാട്ടും കൂടി എന്നെ കൊണ്ട് എഴുതിച്ചു. അങ്ങനെ 3 പാട്ട് അതിന് വേണ്ടിയിട്ട് എഴുതിയ. എന്തോ നിർഭാഗ്യവശാൽ ആ സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ആ സിനിമ ഇറങ്ങാത്തപ്പം, പാട്ട് ഇറങ്ങിയപ്പം ആദ്യമായിട്ട് ഒരു സിനിമയിൽ എഴുതിയതാണ്. ആ സിനിമ ഇറങ്ങാത്തപ്പോ ഭയങ്കര വിഷമം തോന്നിയോ?
ഇല്ല, ഞാൻ മുമ്പൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഫസ്റ്റ് ചെയ്ത പാട്ടുകൾ ആരുടെയും അങ്ങനെ ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള പല ആളുകളും ഞാൻ ആദ്യം എഴുതിയത് അതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത് യൂട്യൂബിൽ ഉണ്ടല്ലോ അല്ലേ ഇപ്പോഴും ആ, ഈ ഉണ്ട്, ആമോലസം? മറ്റേ 2 സോങ്ങും ഉണ്ടോ? മറ്റേത് 3 സോങ് എഴുതിയ ഉണ്ട്, 3 സോങ് ഉണ്ട്. ഓഡിയോ പോലെയാണ് അവര് മറ്റേതൊക്കെ റിലീസ് ചെയ്തിരിക്കുന്നത്. എല്ലാ സോങ്ങും ഉണ്ട്. അത് സോങ് ആയതുകൊണ്ടുണ്ട്, അഭിനയിച്ചവരൊന്നും അവർക്കൊന്നും അത് നഷ്ടപ്പെട്ടു പോയില്ല സിനിമ അല്ലേ? അതെ. പാട്ട് കണ്ടായിരുന്നോ റഫീഖ് സാർ? അല്ലാതെയുള്ള ബന്ധമാണോ? അല്ലാതെയുള്ള ബന്ധമാണ്. ഞാൻ ചെറിയ ചെറിയ ഷെയറുകൾ മാത്രമേ റഫീഖൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ കേൾപ്പിച്ചു. അതും ഞങ്ങൾ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ഫോണിൽ ഞാൻ കുറച്ച് പാട്ടുകൾ സ്വന്തമായിട്ട് എഴുതിയിട്ട് മ്യൂസിക് ചെയ്ത പാട്ടുകളുണ്ട്. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു വെച്ചതാണ്. പക്ഷെ ഇതുവരെ ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മരണപ്പെട്ടു പോയ IM ഷക്കീർ ആയിരുന്നു അതിൻ്റെ ഓർക്കസ്ട്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ലൈവായിട്ട് വായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കൃഷ്ണൻ ചേട്ടൻ ഉണ്ടായിരുന്നു, സിത്താറിസ്റ്റ് കൃഷ്ണൻ സാർ. അപ്പൊ പുള്ളിയാണ് എനിക്ക് റഫീഖ് അഹമ്മദിനെ നിങ്ങൾ പരിചയപ്പെടണം, നല്ല വരികൾ എഴുതണം അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് നമ്പർ തന്നിട്ട് ഞാൻ അങ്ങനെയാണ് കോണ്ടാക്ട് വരുന്നത്. അങ്ങനെ അത് പിന്നെ ചാർലിയിലേക്കായി. ആദ്യം തന്നെ ചാർലി ഇറങ്ങാനായിരിക്കും നിയോഗം ശരിക്കും പറഞ്ഞല്ലേ, അത്രയും ഹിറ്റായ ഒരു മൂവി ഇറങ്ങാനായിട്ട്. പിന്നെ ഒരുപാട് ഭാഷകൾ അറബി, ഉറുദു, ബംഗാളി, മലയാളം, ഹിന്ദി, തമിഴ് ഇതൊക്കെ പറയുകയും ചെയ്യും എഴുതുകയും ചെയ്യും. എങ്ങനെയാണ് ഈ ഭാഷയൊക്കെ പഠിച്ചെടുത്തേ? ഉറുദു ഒക്കെ ഇങ്ങനെ? ഭാഷയോടുള്ള പ്രണയം എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഹിന്ദി മൂവീസും ഇങ്ങനെ കൃഷിദർശൻ വരെ ഞാൻ വിടാറില്ല എന്ന് പറയുന്നത്. ഹിന്ദി അങ്ങനെ ഇഷ്ടമാണ് ഹിന്ദി ഭാഷ എന്ന് പറഞ്ഞാൽ. എനിക്ക് വ്യത്യസ്ത ഭാഷകളോടുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരിക്കാം അത് പഠിച്ച് ഹിന്ദിയിലെ വരികൾ എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തമിഴായിട്ട് എൻ്റെ ഉപ്പ ബിസിനസ് ഞങ്ങൾക്ക് തമിഴ്നാട്ടിലായിരുന്നു, മരത്തിൻ്റെ ബിസിനസ്സായിരുന്നു. അപ്പോൾ എല്ലാവരും തമിഴന്മാരായിട്ടുള്ള സംസാരമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. പോവായിരുന്നു. അപ്പോൾ ഉപ്പ പറയണ കേൾക്കും, ബ്രദേഴ്സ് സംസാരിക്കും. അപ്പോൾ ഞാനും സംസാരിച്ച് പഠിച്ചു. പിന്നെ ഞങ്ങളുടെ തൊട്ട അയൽവക്കക്കാര് 2 പേരും തമിഴ് സംസാരിക്കുന്നത്. അപ്പോൾ അവർ സംസാരിക്കുന്ന കംപ്ലീറ്റ് ഇങ്ങനെ വേറെ ഏതെങ്കിലും ഭാഷ സംസാരിക്കുന്നവരുടെ അടുത്ത് കൂടെ പോവാനും ആ നാട്ടിൽ ചെല്ലാനും അവരെന്താ പറയണെന്ന് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പെട്ടെന്ന് ഭാഷകൾ പഠിച്ചെടുക്കുന്നുണ്ടായി. അതൊരു വലിയ കഴിവാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഇന്നത്തെ കാലത്താണ് വലിയ വൈറലായത്. അന്ന് ഇങ്ങനെ ആ ഭാഷ പഠിച്ചു. പിന്നെ അപ്പോഴും ഞാൻ വരികൾ എഴുതാനാണ് ശ്രമിക്കുക. അപ്പൊ അങ്ങനെ ഹിന്ദി പഠിച്ചു, തമിഴ് പഠിച്ചു. അപ്പൊ ഉറുദു, പിന്നെ അറബിയൊക്കെ പഠിച്ച് അവിടെ പോയിട്ടാണോ, അല്ല അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ആരെ പഠിപ്പിച്ചത്? ഉറുദു പഠിച്ചത് ഹിന്ദിയിൽ പാട്ടുകൾ എഴുതിയപ്പം എനിക്ക് അതിനേക്കാൾ ഡെപ്ത് ആയിട്ട് നല്ല വാക്കുകൾ ഉറുദുവിലാണുള്ളത്. അപ്പൊ പോയറ്റിക് ഉറുദു ആണ് ഞാൻ ആദ്യം പഠിച്ചെടുത്തത്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മസ്കറ്റിൽ ആയിരുന്ന സമയത്താണ് അറബി പഠിക്കുന്നത്. അറബി പിന്നെ ബംഗാളി ഭാഷ ബംഗാളി ഭാഷ പഠിച്ചത് ഞങ്ങളുടെ വീട്ടിൽ ഹെൽപ്പിനായിട്ട് വന്ന ശ്രീ ആസാമിയായിരുന്നു. ആ ആസാമി ശ്രീ വന്ന് ജോലി ചെയ്ത് അപ്പോൾ ഹിന്ദിയിൽ അവർ എന്നോട് സംസാരിക്കും. ഞങ്ങൾ ഹിന്ദിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് മലയാളം അറിയില്ല. ഒരു ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചു, "യേ ലഥേര കൊത്തായ ഫേക്ബു" എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, "അയ്യോ നീ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു." അപ്പൊ അവളെ പറഞ്ഞ, "അയ്യോ ദീദി സോറി എന്നാണ്." ഞാൻ പറഞ്ഞു, "വേണ്ട, നീ ആ ഭാഷ എനിക്കറിയാത്തൊരു ഭാഷ." പറഞ്ഞു, "ബംഗാളിയാണ് ദീദി" പറഞ്ഞു. പിന്നെ ഞാനൊരു പുസ്തകമൊക്കെ അടുക്കളയിൽ സെറ്റ് ചെയ്ത് ഇവള് പറയുന്ന സാധനങ്ങളൊക്കെ എഴുതിയെടുത്തിട്ട് അങ്ങനെ ബംഗാളി ഭാഷയില് പിന്നെ വന്ന ലേഡീസൊക്കെ ആസാമി ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഭാഷ പഠിച്ചെടുക്കാനുള്ള ഒരു അവസരം കൂടി അറിയില്ല. പണ്ടേ മുതൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന മുഴുവൻ ഹിന്ദിക്കാരും ബംഗാളികളും അവരൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരുടെ അടുത്ത് സംസാരിച്ചാണ് ഞാൻ ഇത്രയും ഭാഷകൾ അങ്ങനെ ഒന്നുകൂടി ഭംഗിയാക്കി. ഏതൊക്കെ ഭാഷകൾ എഴുതാറുണ്ട് പാട്ടുകളും വരികളും? മലയാളം അല്ലാതെ ഹിന്ദി, ഉറുദു, കുറച്ച് അറബി ഞാൻ ശരിക്കും പഠിച്ചിട്ടില്ല. പക്ഷെ എഴുതി വരികൾ കാണിച്ചു കൊടുക്കുമ്പോ തെറ്റൊന്നുമില്ല. അറബി ഭാഷ പഠിപ്പിക്കൂലേ മദ്രസയിലൊക്കെ? അറബി എല്ലാം അറിയാം, അറബി അർത്ഥം അങ്ങനെയൊക്കെ നമ്മള് എല്ലാം. പക്ഷെ പാട്ട് എഴുതുമ്പോ അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലൊക്കെ നോക്കിയിട്ട് നമ്മളുടെ അങ്ങനെ നാദിർ ഷാക്ക് വേണ്ടിയിട്ട് ഞാൻ അറബി ഉറുദു മിക്സ് ചെയ്തിട്ട്
പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. യുമ്നയാണ് അത് പാടിയിരിക്കുന്നത്, റിലീസായിട്ടില്ല. പിന്നെ പുതിയ സിനിമയിലാണോ ഇത്? ഇല്ല, സിനിമയല്ല, അതൊരു മ്യൂസിക് വീഡിയോ ആയിട്ടാണ്. നാദിർഷ ഡയറക്ടർ. അതെ, സാമി യൂസഫ്, വേൾഡ് ഫേമസ് ലോക പ്രശസ്ത സംഗീത സംവിധായകൻ. അപ്പൊ അദ്ദേഹത്തിന്റെ മ്യൂസിക്കില് 2 പാട്ടുകൾ എഴുതാൻ പറ്റിയത് അറബി ഉറുദു മിക്സ് ആണ് അത്. അബുദാബിയിലുള്ള ഐഷ അബ്ദുൾ ബാസിത്താണ് അത് പാടിയത്. ഫേമസ് സിംഗർ ആണ്. അതെ അതെ. അത് ഏതൊക്കെയായിരുന്നു ഇത്ത പാട്ട്? അത് സുക്കൂനും ദുവാ എന്ന് പറയുന്ന 2 എണ്ണമായിരുന്നു. സുക്കൂൻ ദുവാവും അത് ഭയങ്കര ഹിറ്റ് ആണല്ലേ? നമ്മുടെ ഒരുപാട് 24 ലക്ഷം വ്യൂസ് ഒക്കെ യൂട്യൂബില്. നല്ല ഹിറ്റ്. ആ കുട്ടിക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു വരികൾ. ആ കുട്ടി എവിടെയെങ്കിലും ഇന്റർവ്യൂലൊക്കെ ആ പാട്ട് പാടുന്നത് കേൾക്കാം. 2 വരി പാടാൻ പറ്റുമോ? ഇഷ്കേ സുരൂ യാരോർ പ്യാർ തു മേരെ ആശികീ ഹൈ തൂ മേരാ അവൽ भी तू आखिर भी तू मेरी आशिकी है तू मेरा रब्बुल आलमीन मेरे अल्लाह मेरे अल्लाह मेरे अल्लाह या अल्लाह. ഇതില് ഹിന്ദു, ഉറുദു, അറബിക് 3 ഭാഷയുണ്ടല്ലേ? അറബിയാണ്, പക്ഷെ അധികവും ഹിന്ദി വേർഡ്സില് അധികം ഉറുദു വാക്കുകളാണല്ലോ ഉള്ളത്. നമ്മളത് മിക്സ് ചെയ്തെടുക്കുമ്പോ കുറച്ച് ഹിന്ദി പാട്ടിന്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം. യാ അല്ലാ എന്ന് പറഞ്ഞ ഇപ്പം പാടിയ അത് സുക്കൂൻ. നമുക്ക് അറബിയും ഉറുദുവും കൂടി വരുമ്പോ അതിന് പ്രത്യേക ഒരു ഫീൽ ഉണ്ട്. എങ്ങനെയാണ് സാമി യൂസഫിന്റെ ആ സംഗീതത്തിൽ പാടാൻ പറ്റിയത്? അല്ല, വരികൾ എഴുതിയാൻ പറ്റിയത്? അത് ഐഷ അബ്ദുൽ ബാസിത്ത് അവരുടെ കമ്പനിയില് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ പാട്ട് പാടുന്ന. അപ്പോൾ ആ പാട്ട് എഴുതിക്കാൻ നമ്മൾ അറിയുന്ന ആരെങ്കിലും അവരോട് അവർക്കൊരു സമ്മതം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കുറിച്ച് വേറൊരാളെ പറഞ്ഞിട്ടാണ് ഐഷ അബ്ദുൽ ബാസിത്തിന്റെ ഉപ്പ അത് അറിയുന്നത്. എന്നിട്ട് ഉപ്പ എനിക്ക് നജീബ് മൂഡാടി എന്ന് പറഞ്ഞ ആള് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. അപ്പം ഞാൻ ഉറുദു എഴുതുന്നത് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അദ്ദേഹമാണ് ഐഷന്റെ ഉപ്പാനോട് പറഞ്ഞത് ഇങ്ങനെ ഒരാളെ എഴുതുന്ന ആളുണ്ട്. ഐഷന്റെ ഉപ്പ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട്, അബുദാബി അല്ലേ? അതെ, അബുദാബിയാണ്. അപ്പൊ ഫേസ്ബുക്കിലൂടെ എന്നെയാണ് കോണ്ടാക്ട് ചെയ്ത് എൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ചത്. ഫസ്റ്റ് പാട്ട് എഴുതി കഴിഞ്ഞപ്പോ ഇഷ്ടമായതുകൊണ്ട് രണ്ടാമതും ഒരു പാട്ടും കൂടി. സുക്കൂനാണോ ഫസ്റ്റ് എഴുതിയത്? അല്ല, ദുആയാണ് ഫസ്റ്റ് എഴുതിയത്. ദുആ നല്ല അല്ലാ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഭയങ്കര ഒരു ഡിവോഷനിലാണ്. ഐഷ അബ്ദുൾ ബാസിത്തിന് അപ്പൊ ഇത്തേ നേരിട്ട് അറിയാവോ? ഇല്ല, അന്നൊന്നും അറിയണുണ്ടായിരുന്നു. പാട്ട് കഴിഞ്ഞതിന് ശേഷം കോണ്ടാക്ട് ഞങ്ങള് ഇതില് വാട്സപ്പിലൂടെ അങ്ങനെ സംസാരിച്ചിട്ട് അത്രേ ഉള്ളൂ. സാമി യൂസഫിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ദുബായിൽ പോകുമ്പോ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അദ്ദേഹം ദുബായിൽ ഉണ്ടാവാറുണ്ടെന്നാണ് കേട്ടത്. പക്ഷെ അദ്ദേഹം അത് വേറെ രസാണ്. അദ്ദേഹം പാടണമെന്ന് ആഗ്രഹിച്ച് ഞാൻ വരികൾ ഇവിടെ എഴുതി വെക്കുന്ന ആള്. പണ്ടേ മുതൽ എനിക്ക് അദ്ദേഹം പാടണം, അത് എനിക്കറിയില്ല. ഇത്രയും ദൂരെ കിടക്കുന്ന ആളെ എനിക്ക് എങ്ങനെയാ ഒരു പരിചയമില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ അദ്ദേഹം പാടണമെന്നായിരുന്നു. ഇത് മമ്മൂക്ക എൻ്റെ സിനിമയിൽ പാട്ട് എഴുതണം എന്ന് പറഞ്ഞ പോലെ. പക്ഷെ അദ്ദേഹത്തിന്റെ മ്യൂസിക്കിൽ അണ്ടാണ്ടേ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, ആ മ്യൂസിക്കിൽ എനിക്ക് എഴുതാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഭയങ്കര അൽഹംദുലില്ലാ, എനിക്ക് പ്രാർത്ഥിക്കാറുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. നമ്മളൊക്കെ ഇങ്ങനെ ഒറ്റക്ക് ഒറ്റയാൾ പട്ടാളം പോലെയാണ് അല്ല, നമുക്ക് ആരും ഇല്ലല്ലോ അടിത്തറ ഇങ്ങനെ ഒരു ഫീൽഡില്. പിന്നെ ഈ ഫീൽഡിൽ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ എന്നെ ഈ വിളിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സോ ആരും എന്നെ നേരിട്ട് കാണാതെയാണ് എനിക്ക് പാട്ട് തരുന്നത്. നേരിട്ട് സംസാരിക്കില്ല, വാട്സപ്പിൽ എനിക്ക് ഇങ്ങനെ വിളിക്കും, ഇങ്ങനെ ഒരു പാട്ടുണ്ടെന്ന് പറയും, മ്യൂസിക് അയച്ചു തരും, ഞാൻ അപ്പം തന്നെ അവർക്ക് അയച്ചു കൊടുക്കും. പക്ഷെ ഒരിക്കലും ഒരു കറക്ഷൻസ് വരാറില്ല. ഇല്ല, അതൊക്കെ മീറ്റർ കറക്റ്റ് ചെയ്തിട്ട് എഴുതി കൊടുക്കാൻ പറ്റുന്നുണ്ട്. എന്തോ അവര് പറയുന്നത് ആ മ്യൂസിക്കിനനുസരിച്ച് മ്യൂസിക് ഇങ്ങനെയാണെന്ന് മ്യൂസിക് തന്നിട്ടാണോ വരികൾ എഴുതുന്നത്? അതെ അതെ, മ്യൂസിക് തന്നിട്ടാണ് വരികൾ എഴുതുന്നത്. അവര് സിറ്റുവേഷൻ പറഞ്ഞു തരും. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അത് ഇമാജിൻ ചെയ്ത് എഴുതണം. അതെ, എഴുതണം.